ഹായ്, എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ ഗണിതം ഭാഗം 2 ക്ലാസ് 4 വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. ഒന്നാമത്തെ ചാപ്റ്റർ എന്താന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളടക്കമാണ് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്റർ അല്ല, ചാപ്റ്റർ 7 ആണ്. പാർട്ട് 2 ഒന്നാമത്തെ ചാപ്റ്റർ കേട്ടോ. പെരിക്കൽ പെരുമഴയാണ്. അയനിമല ഗവൺമെൻറ് LP സ്കൂൾ കൊടുത്തിട്ടുണ്ട്. പഠനോപകരണ ശില്പശാല നടക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അയനിമല ഗവൺമെൻറ് LP സ്കൂൾ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് കണക്ക് പെട്ടി തയ്യാറാക്കുകയാണ്. മേധയുടെ കണക്ക് പെട്ടി. അപ്പോൾ ആദ്യം മേധ തയ്യാറാക്കിയ കണക്ക് പെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മേധ തയ്യാറാക്കിയ കണക്ക് പെട്ടിയിലെ ടോക്കൺ ബോർഡ് നോക്കൂ. അപ്പോൾ നോക്കിക്കേ, ബോർഡ് നോക്കിക്കേ. അപ്പോൾ നിങ്ങൾ ആദ്യം ബോർഡ് നോക്കുമ്പോൾ ബോർഡ് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? എത്ര എണ്ണം ഉണ്ട് നോക്കിക്കേ. 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട് അല്ലേ. ബോർഡിൽ 8 എണ്ണം ഉണ്ട്. നെക്സ്റ്റ് അടുത്ത് ടോക്കൺ ബോർഡ് നോക്കി പട്ടിക പൂർത്തിയാക്കുക. വരി 3 വരിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിൽ വരി 1, ഒന്നാമത്തെ വരിയിൽ എത്ര എണ്ണം ഉള്ളത്? 8 എണ്ണമുണ്ട്. ഇനി രണ്ടാമത്തെ വരി എന്ന് പറയുന്നത് ഏതാണ്? രണ്ടാമത്തെ വരിയിലും എത്ര എണ്ണം തന്നെയാണുള്ളത്? ഇതാണ് രണ്ടാമത്തെ വരി അല്ലേ. ഇത് ഒന്നാമത്തെ വരി, ഇത് രണ്ടാമത്തെ വരി, ഇത് മൂന്നാമത്തെ വരി അല്ലേ. രണ്ടാമത്തെ വരിയിലും എത്ര എണ്ണം ഉള്ളത്? 8 എണ്ണമാണുള്ളത്. ഇനി മൂന്നാമത്തെ വരിയിലും എത്ര എണ്ണം ഉള്ളത്? 8 എണ്ണമാണുള്ളത്. സോ വരിയുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് അല്ലേ. വരിയുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ നമുക്ക് എത്ര കിട്ടും? 8 + 8 + 8 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എത്ര കിട്ടുന്നത്? 24 എന്ന് കിട്ടും. സിമ്പിളായിട്ട് ചെയ്യായിരുന്നു അല്ലേ. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. അടുത്ത് എന്താണ്? 8 ടോക്കൺ വീതമുള്ള 3 വരികൾ. ആകെ എത്ര ടോക്കൺ? അപ്പോൾ 8 ടോക്കൺ വീതമുള്ള 3 വരികൾ ഉണ്ട് അല്ലേ. അപ്പോൾ ആകെ എത്ര ടോക്കൺ എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓക്കെ, ആകെ എത്ര ടോക്കൺ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞേ. 8 ഇൻറ്റു എത്ര ചെയ്താൽ മതി? 3 ചെയ്താൽ മതി. 8 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. ശരിയാണോ? 8 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. മാധവിൻ്റെ കണക്ക് പെട്ടി. അടുത്ത ആരെയാണ്? മാധവിൻ്റെ കണക്ക് പെട്ടിയാണ്. അപ്പം മാധവിൻ്റെ കണക്ക് പെട്ടിയിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. മാധവ് ടോക്കൺ ബോർഡ് മറ്റൊരു രീതിയിലാണ് വെച്ചത്. ഇതിൽ എത്ര ടോക്കൺ ഉണ്ട്? അപ്പം മാധവ് വെച്ചേക്കുന്നത് നോക്കിക്കേ. എങ്ങനെയാണ് വെച്ചേക്കുന്നത്? 3 എണ്ണത്തിൻ്റെ 3 എണ്ണം വെച്ചിട്ടാണ് അവൻ അറേഞ്ച് ചെയ്തേക്കുന്നത് അല്ലേ. എത്ര എണ്ണം വെച്ചിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത്? 3 എണ്ണം വെച്ചിട്ട്. അങ്ങനത്തെ എത്ര വരികളുണ്ട് നമുക്ക് എണ്ണി നോക്കിയാലോ. 1 2 3 4 5 6 7 8 വരികളുണ്ട് അല്ലേ. അപ്പോൾ അവൻ എങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്? 3 × 8 എന്ന് എഴുതാം അല്ലേ. 3 × എത്രയാണ്? 8 എന്ന് എഴുതാം. 8 ടോക്കൺ വീതം 3 വരി അല്ലേ. ശരിയല്ലേ. 8 ടോക്കൺ വീതം ഇങ്ങനെ എഴുതാം കേട്ടോ. 8 ടോക്കൺ വീതം 3 വരി എന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 1 വരി, ഇത് 2 വരി, ഇത് 3 വരി. അതിൽ 8 എണ്ണം വീതം അല്ലേ വന്നേക്കുന്നത്. ഇങ്ങോട്ട് കേട്ടോ, ഇങ്ങോട്ട് എത്ര എണ്ണം വീതമാണ്? 8 എണ്ണമാണ് വന്നേക്കുന്നത്. അതുണ്ടോ ഇങ്ങനെ 8 എണ്ണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 3 തവണ 8. 3 തവണ 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 24 ആണ്. 8 തവണ 3. അപ്പോൾ ഇവൻ പറഞ്ഞു അങ്ങനെയല്ല, 8 തവണ 3 എന്നാണ്. ശരിയാണല്ലേ. ഇവൻ അറേഞ്ച് ചെയ്തേക്കുന്നത് ഈ ഒന്നാമത്തെ കോളത്തിൽ 3, 2-ൽ 3, 3-ൽ 3 അങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ 8 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 തന്നെയാണ്. ശരിയല്ലേ. അടുത്ത എന്താ പറഞ്ഞേ നോക്കിയാലോ. 3 തവണ 8ഉം 8 തവണ 3ഉം 24 തന്നെ. ശരിയാണല്ലേ. 3 തവണ 8 ആയിക്കോട്ടെ, 8 തവണ 3 ആയിക്കോട്ടെ, രണ്ടിൻ്റെ ആൻസർ എത്ര തന്നെയാണ്? 24 ആണ് അല്ലേ. 3 × 8 8 × 3 ഇത് രണ്ടും എത്ര തന്നെയാണ്? 24 തന്നെയാണ്. നെക്സ്റ്റ് അടുത്ത് നോക്കാം കേട്ടോ. CU 24 ടോക്കൺ മറ്റൊരു രീതിയിൽ വെച്ചത് നോക്കൂ. അപ്പം മറ്റൊരു രീതിയിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത് നോക്കിക്കേ. ഇവിടെ 3 കോളം 1 2 3 ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത് അല്ലേ. ഒന്നാമത്തിൽ 8 എണ്ണം, രണ്ടാമത്തതിൽ 8 എണ്ണം, മൂന്നാമത്തിലും എത്ര തന്നെയാണ്? 8 എണ്ണം. അപ്പം എന്ത് എഴുതി? 3 × 8 എന്ന് എഴുതി. 3 × എത്രയാണ്? 8. ശരിയാണോ? ഇനി നോക്കിക്കേ, അടുത്ത സെക്ഷൻ എന്താ ചെയ്തേക്കുന്നത് നോക്കിക്കേ. ഇവിടെ കിടന്ന് ആകെ 8 എണ്ണം ഉള്ളത്. ആദ്യം എത്ര എണ്ണമാക്കി? ഒരു ബോക്സ് എടുത്ത് അതിൽ 4 എണ്ണമാക്കി മാറ്റി. ഇതിലും എത്ര എണ്ണമാക്കി മാറ്റി? 4 എണ്ണമാക്കി മാറ്റി. ശരിയാണോ? അതേലോ അല്ലേ. അപ്പം 4 എണ്ണം വീതം.
അപ്പം എഴുതിയിട്ടുണ്ട് 2x4 2 ബോക്സ് ആണുള്ളത്, ഓരോ ബോക്സിലും 4 വീതമാണുള്ളത്. അതുകൊണ്ടാണ് എന്ത് എഴുതിയേക്കുന്നത് 2x4. ഇതിലും എന്ത് തന്നെയാണ്, ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ ബോക്സ് ഉണ്ട്. അപ്പൊ എന്താണ്, ഓരോ ബോക്സിലും 4 വീതം. അപ്പൊ 2x4, ഇവിടെയും അതേപോലെ തന്നെ 2x4. അപ്പൊ എത്ര കോളുണ്ട് മെയിൻ ആയിട്ട്, 1 2 3. അപ്പൊ ഇതിന് നമുക്ക് എന്ത് എഴുതാം, 3x2x4 എന്ന് എഴുതാം അല്ലേ. നെക്സ്റ്റ് അടുത്ത് എന്താണ്, 24 ടോക്കൺ ഇങ്ങനെയും വെക്കാലോ. അപ്പൊ ഇങ്ങനെ ഇനി അടുത്ത് എങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത് നോക്കിക്കേ. 6 എണ്ണം 4 എണ്ണത്തിൽ 4 ബോക്സിലാക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. 6 എണ്ണം വീതം, ഒന്നാമത്തെ ബോക്സിൽ 6 എണ്ണം, 2-ൽ 6 എണ്ണം, 3-ൽ 6 എണ്ണം, 4-ൽ 6 എണ്ണം. അപ്പൊ എന്താണ്, 4x6 എന്ന് വരും അല്ലെ. 4 എത്രയാണ് 6. ഇനി അടുത്ത് എന്താ ചെയ്തേക്കുന്നത്, ഓരോ ബോക്സ് നടുക്ക് വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തു അല്ലെ. അപ്പൊ എത്ര എണ്ണം വീതമായി, 3 എണ്ണം വീതമായി. ഒന്നാമത്തെ ബോക്സിൽ 3 എണ്ണം, രണ്ടാമത്തെ ബോക്സിൽ 3 എണ്ണം, മൂന്നാമത്തെ ബോക്സിൽ 3 എണ്ണം, നാലാമത്തെ ബോക്സിലും എത്ര എണ്ണമാണ്, 3 എണ്ണം വീതം. അതാണ് 4x3. അടുത്ത് ഇതേപോലെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതും എന്ത് എഴുതിയിട്ടുണ്ട്, 4x3. അങ്ങനത്തെ മെയിൻ എത്ര എണ്ണമുള്ളത്, 2 എണ്ണമാണ്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇതൊരു കോളം, ഇത് രണ്ടാമത്തെ കോളം. സോ അതുകൊണ്ടാണ് എന്ത് എഴുതിയേക്കുന്നത്, 2x4x3. സോ ഇവിടെ എത്ര തന്നെ വരും, 32 എന്ന് വരും അല്ലേ. 4x8 32 ആണ്. അത് ജസ്റ്റ് നിങ്ങളോടൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 4x8 എന്ന് പറയുന്നത് 2, ബാക്കി നിങ്ങൾക്ക് കൊടുത്തിട്ടില്ല. സിമ്പിളായിട്ട് മിസ് പറഞ്ഞുതരാം എങ്ങനെയാന്ന്. ആദ്യം ഈ 4 അതുപോലെ എഴുതുക, മാറ്റമൊന്നും വരുത്തണ്ട. അടുത്ത നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 8 ആണ്. 8ന്റെ പകുതി എഴുതിയാൽ മതി. 8ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. അപ്പൊ 4 ഗുണിക്കണം 4 എന്ന് പറയുന്നത് എത്രയാണ്, 16 ആണ്. 16x2 എന്ന് പറയുന്നത് എത്രയാണ്, 32 ആണ്. റെഡിയാണോ? അത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ. 8 എണ്ണം വീതമുള്ള 6 വരികളായാൽ ആകെ എത്ര ടോക്കൺ? 8 എണ്ണം വീതമുള്ള 6 വരികൾ അല്ലേ. അപ്പൊ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? 8 × 6 അല്ലേ. 8 × എത്രയാണ്? 6 ആണ്. സോ 8 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 48 ആണ് അല്ലേ. 8 × 6 എന്ന് പറയുന്നത് 48 ആണ്. സോ നമുക്ക് ഇവിടെ 32 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിടക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 48-ൽ നിന്ന് 32 കുറച്ചാൽ മതി. 48-ൽ നിന്ന് 32 കുറച്ചാൽ എത്രയാണ്? 16 ആണ്. മിസ് കുറച്ച് കാണിക്കാം കേട്ടോ. 48 മൈനസ് എത്രയാണ്? 32. 8-ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 8-ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ എത്രയാണ്? 6 ആണ്. 4-ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? 1 ആണ്. സോ ആൻസർ എത്ര കിട്ടും? 16 എന്ന് കിട്ടും കേട്ടോ. ഇനി നെക്സ്റ്റ് ഇവിടെ 2 വെച്ചിട്ട് എഴുതാനല്ലേ, 3 ആളുണ്ടെങ്കിൽ 2 വെച്ചിട്ട് എഴുതാനല്ലേ. അപ്പൊ 2 × 6 × എത്രയാണ്? ഇനി 8ന്റെ പകുതി അല്ലേ. അത് 2 എഴുതി, 6 അതുപോലെ എഴുതി. ഇനി 8ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. സോ എങ്ങനെ വരും? 2 × 6 × 4 എന്ന് വരും കേട്ടോ. ഇനി അടുത്തതിലേക്ക് നോക്കിയാലോ. അടുത്ത എന്താണ്? ടോക്കൺ കൊണ്ട് ചതുരം. ശ്രവ്യയുടെ ടോക്കൺ ബോർഡ് ശ്രദ്ധിക്കൂ. ചിത്രത്തിൽ ആകെ എത്ര ടോക്കൺ ഉണ്ട്? അപ്പൊ ആകെ എത്ര ടോക്കൺ ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. 8 ടോക്കൺ വീതം 12 നിര. ഓക്കെ, അപ്പൊ എങ്ങനെ 8 ടോക്കൺ വെച്ചാൽ എങ്ങനെയാണ്? ഇതാ 1 2 3 4 5 6 7 8 ടോക്കൺ ആയിട്ടോ. 12 നിരയിലായിട്ടാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ നിര 2 3 4 5 6 7 8 9 10 11 12. റെഡിയാണോ? അപ്പൊ എത്ര നിരയാ? 12 നിരയാണ് അല്ലേ. അപ്പൊ അടുത്ത് കൊടുത്തിട്ടുണ്ട് 12 നിരയെ 10 2 ആക്കി മാറ്റിയാലോ? സിമ്പിൾ ആണ് അല്ലേ. 10 2 ആക്കി ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 ഇവിടം വരെ ഇത് 10ാമത്തെ നമ്പർ വരും കേട്ടോ. ഇത് 1 ഇത് 2 3 4 5 6 7 8 9 10. ഇനി ഇത് എത്രയാ? 11ഉം 12ഉം ആണ്. അപ്പോൾ അതിനെ 10ഉം 2ഉം ആക്കി മാറ്റി. നെക്സ്റ്റ് അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ. വലിയ ചതുരത്തിലെ ടോക്കൺ ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നിരയിലെ ടോക്കൺ എത്ര? ഒരു നിരയിലെ ടോക്കൺ എത്രയാന്ന് പറഞ്ഞേ. ഒന്നാമത്തെ നിരയിൽ എത്ര ടോക്കൺ ഉണ്ട്? നേരത്തെ നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര എണ്ണം ഉള്ളത്? 8 എണ്ണം ഉണ്ട്. നിരകളുടെ എണ്ണം കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. എത്രയാ? 10 ആണ്. അപ്പൊ ആകെ ടോക്കൺ എങ്ങനെയാ എഴുതുന്നത്? 8
ഇൻറ്റു 10. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഗുണിക്കുക കേട്ടോ. അപ്പോൾ ഗുണിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിളായിട്ട് മിസ് പറഞ്ഞുതരാം. 10 ഇൻറ്റു 8 ആണ് അല്ലേ, ഗുണിച്ച് കാണിച്ചുതരാം. 8നെ 0 കൊണ്ട് ഗുണിച്ചാൽ 0 തന്നെയാണ്. 8 ഇൻറ്റു 1 എത്രയാണ്? 8 ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ 10 ഇൻറ്റു 8 എന്ന് പറയുന്ന സംഖ്യ കണ്ടിട്ടുണ്ടെങ്കിൽ 8നെ 1 കൊണ്ട് ഗുണിക്കുക. 8നെ 0 അല്ല കേട്ടോ, 8നെ 1 കൊണ്ട് ഗുണിക്കുക. 8നെ 1 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 8 ആണ്. പിന്നെ ആ 0 അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? 80 ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തത്, ഒരു നിരയിലെ ടോക്കൺ 8 തന്നെയാണ് അല്ലേ. ഒരു നിരയിലെ ടോക്കൺ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 8 തന്നെയാണ്, മാറ്റമൊന്നുമില്ല അല്ലേ. നിരകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 10ഉം 2ഉം ആക്കി എടുക്കാൻ. പക്ഷെ നിരകളിലെ ടോക്കണിൻ്റെ എണ്ണത്തിന് മാറ്റമൊന്നുമില്ല, 8 തന്നെയാണ്. നിരകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ഇനി ആകെ ടോക്കൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 8 ഇൻറ്റു 2 ശരിയല്ലേ. അപ്പം എന്താ ചെയ്യേണ്ടത്? 8 ഇൻറ്റു 2 എത്രയാന്ന് പറഞ്ഞേ? 16 ആണ്. 8 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ, ബോർഡിലെ ആകെ ടോക്കൺ എങ്ങനെയാണ് എഴുതിയേക്കുന്നത്? 10 ഇൻറ്റു 8 അതേപോലെ 2 ഇൻറ്റു 8 എന്ന് എഴുതാം അല്ലേ. 10 പ്ലസ് 10 80 പ്ലസ് 16 എന്ന് പറയുന്നത് എത്രയാണ്? 96 ആണ്. 80 പ്ലസ് 16 ഇവിടെ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷെ എത്രയാണ് നമുക്ക് ആൻസർ എത്ര കിട്ടി? 96 എന്ന് കിട്ടി. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ബോർഡിലെ ആകെ ടോക്കൺ എത്ര കിട്ടും? 10 ഇൻറ്റു 8 2 ഇൻറ്റു 8. സോ 80 പ്ലസ് 16 എത്രയാണ്? 96 അല്ലേ. ടോക്കൺ ഒന്നുമില്ലാതെ ഇങ്ങനെയും കണക്കാക്കാം. എങ്ങനെയാണ്? 10ഉം 8ഉം 2ഉം 8ഉം അല്ലേ. അപ്പോൾ 10 ഇൻറ്റു 8 80, 2 ഇൻറ്റു 8 16, 80 പ്ലസ് 16 96 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? കണക്കാക്കാം അല്ലേ. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഗുണിച്ചേക്കുന്നതെന്നൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട് കേട്ടോ. 12 8 ഗുണിക്കുമ്പോൾ എത്രയാണ്? 12 ഇൻറ്റു 8 അല്ലേ. അപ്പോൾ സിമ്പിളാണ് കേട്ടോ. ആദ്യം തന്നെ അങ്ങ് കണ്ടുവന്നേ ഉള്ളൂ കേട്ടോ. 12 ഇൻറ്റു 8, 8 ഇൻറ്റു 2 എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ സിസ്റ്റം എത്ര? 6 കൊടുത്തു, സിസ്റ്റം 1 വരും അല്ലേ. ഇനി 8 ഇൻറ്റു 1 എത്രയാണ്? 8 തന്നെയാണ്. അതിനോട് ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 96 ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്തിലേക്ക് പോവാം കേട്ടോ. 2 ഇൻറ്റു 8 കണക്കാക്കാൻ 10നെ 8 കൊണ്ട് ഗുണിച്ച് സംഖ്യയും 2നെ 8 കൊണ്ട് ഗുണിച്ച് സംഖ്യയും തമ്മിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി അല്ലേ. ഇവിടെ മോളിൽ പറഞ്ഞേക്കുന്ന സാധനം തന്നെ ഉള്ളൂ കേട്ടോ. അടുത്തത് ഗുണിച്ചും കണക്കാക്കാം. സിമ്പിളായിട്ട് കണക്കാക്കാൻ പറ്റുന്ന സാധനമാണ്. നോക്കണേ. ഇനി 10 ഇൻറ്റു 5 ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം മിസ് നേരത്തെ പറഞ്ഞില്ലേ 5നെ 1 കൊണ്ട് ഗുണിക്കുക. അപ്പം എത്രയാണ്? 5 തന്നെയാണ്. 0 ഇട്ട് കൊടുക്കുക, 50. അടുത്തത് 3നെ 5 കൊണ്ട് ഗുണിക്കുക അല്ലേ. ഈ കിടക്കുന്ന 3ഉം ഈ കിടക്കുന്ന 5ഉം ആണ്. ഈ കിടക്കുന്ന 3 ഇൻറ്റു 5 കേട്ടോ. അപ്പം 3 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം 15 ആണ്. സോ അവിടെ എന്ത് എഴുതാം? 50ഉം പ്ലസ് 15. 50 പ്ലസ് 15 എന്ന് പറയുന്നത് എത്രയാണ്? 65 ആണ്. റെഡിയാണോ? സിമ്പിൾ അല്ലേ. ഇനി നെക്സ്റ്റ് അതേപോലെ വേറൊന്ന് കൊടുത്തേക്കുന്നത് 20 ഇൻറ്റു 5. ഇതും സിമ്പിളായിട്ട് കണക്കാക്കുക. 5 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? 5 ഇൻറ്റു 2 10 ആണ്. അപ്പോൾ 10 കൊടുക്കുക, പിന്നെ ഈ 0 കൂടെ കൊടുത്താൽ മതി. അപ്പോൾ എത്രയാണ്? 100 ആണ്. കണക്കാക്കേണ്ടത് മിസ് കാണിച്ചു തരാം കേട്ടോ. ഇൻറ്റു ചെയ്യുന്നത് 20 ഇൻറ്റു 5 ആണ്. 5നെ 0 കൊണ്ട് ഗുണിച്ചാൽ 0 ആണ്. 5 ഇൻറ്റു 2 10 ആണ് കേട്ടോ. സിമ്പിളായിട്ട് പഠിച്ചു നോക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാമല്ലോ. ഇനി 3 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 100 പ്ലസ് 15. സോ എത്ര കിട്ടും? 115 എന്ന് കിട്ടും അല്ലേ. മിസ് ഇവിടെ ഒന്ന് കൂട്ടി കാണിച്ചു തരാം. 100 പ്ലസ് 15. 0ത്തോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 5 ആണ്. 0ത്തോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ 1 ആണ്. 1 അതുപോലെ ഇറക്കി എഴുതാം. സോ ആൻസർ എത്രയാണ്? 115 ആണ്. റെഡി അല്ലേ. ഇനി ഒരു കാര്യം, ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 14ഉം 6ഉം 24ഉം 3ഉം ഇതുപോലെ ചിത്രീകരിക്കാമോ? ചിത്രീകരിക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തു. അപ്പം നമുക്ക് ചെയ്തു നോക്കാം അല്ലേ. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. ആദ്യം മിസ് ഇതാ ഒരു കോളമൊക്കെ അവിടെ സെറ്റാക്കുകയാണേ. ഒരു കോളം മിസ് ഇതാ അവിടെ സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ. കോളം എന്ത് ചെയ്തു? ഇത്രയും മതി അല്ലേ. കോളം സെറ്റ് ചെയ്തു കേട്ടോ. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്ന സംഖ്യകളൊന്ന് ശ്രദ്ധിക്കുക. സംഖ്യകൾ എത്രയാണ്? 14 ഉണ്ട്, അതേപോലെ 6 ഉണ്ട് അല്ലേ. അപ്പോൾ 6 ഇവിടെ കൊടുക്കുക. ഓക്കെ. ഇനി 14 എന്ന് പറയുന്നത് 10 പ്ലസ് 4 ആണ്. അപ്പോൾ മിസ് ഇവിടെ 10ഉം കൊടുത്തു, അതേപോലെ ഇവിടെ എത്ര കൊടുത്തു? 4ഉം കൊടുത്തു കേട്ടോ. ഇനി അടുത്തത് 10നെ 6 കൊണ്ട് ഗുണിക്കുക. 10 ഇൻറ്റു 6. അപ്പോൾ 10 ഇൻറ്റു 6 എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. ഇനി 4നെ 6 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 4 ഇൻറ്റു 6. 6 4 എത്രയാണ്? 24 ആണ്. തമ്മിൽ കൂട്ടുക. 60 പ്ലസ് 24. അപ്പോൾ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞേ? 60 എഴുതി, പ്ലസ് ഇട്ടു, 24 എഴുതി കേട്ടോ. അപ്പം 0
പൂജ്യത്തിനോട് 4 കൂട്ടിക്കഴിഞ്ഞാൽ 4 ആണ്, 6നോട് 2 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 8 ആണ്. സോ ആൻസർ എത്ര വരും? 84 എന്ന് വരും കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞേ? അടുത്ത എങ്ങനെയാ ചെയ്യുന്നത്? ഒന്നുകൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് ചെയ്യാവേ. ഓക്കെ, ഒറ്റൊന്നുകൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, അതോടെ ചെയ്യാവേ. ഓക്കെ, ഒന്നും കൂടെ. അത് ഏതൊക്കെയായിരുന്നു സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 24 3 അല്ലേ? 24 3 അപ്പോൾ 24 എന്ന് പറയുന്നത് 20ഉം 4ഉമാണ്. ശരിയല്ലേ? ഇവിടെ നമുക്ക് എത്ര എഴുതാം? 3. 24 എന്ന് പറയുന്നത് 20നോട് 4 കൂട്ടുന്നതാണ്. അതാണ് മിസ് ഇവിടെ 20ഉം 4ഉം എഴുതിയേക്കുന്നത്. ഈ 3 ഈ കോളത്തിന്റെ ഈ ഭാഗത്ത് എഴുതി കേട്ടോ. ആദ്യം 20നെ 3 കൊണ്ട് ഗുണിക്കുക. 20 × 3. ഇനി അടുത്ത് എത്രയാണ്? 4 × 3. ശരിയല്ലേ? ഈ 4നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 20 × 3 എങ്ങനെ കണക്കാക്കുന്നത്? 2നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 6 ആണ് അല്ലേ? പിന്നെ 0 ചേർത്ത് കൊടുക്കുക. 4 × 3 3 എത്രയാണ്? 12 ആണ്. സോ 60 പ്ലസ് എത്ര വരും? 12 എന്ന് വരും. കൂട്ടി നോക്കാം. 60 പ്ലസ് 12, 2 എഴുതുക, 7 എഴുതുക. അപ്പോൾ ആൻസർ എത്ര കിട്ടുന്നത്? 72. ഇത് മിസ് 20നെ 3 കൊണ്ട് ഗുണിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. 20 × 3 ടേബിൾ നന്നായിട്ട് പഠിക്കണേ, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം 3നെ 0 കൊണ്ട് ഗുണിച്ചാൽ 0 ആണ്, 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 6 ആണ്. സോ എത്ര വരുന്നത്? 60 എന്ന് വരും കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തെന്താ? പൂരിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പം നോക്കിക്കേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് 18 × 5. അത് എന്ത് ചെയ്തിട്ടുണ്ട്? 18 എന്നുള്ളത് എന്താ എഴുതിയേക്കുന്നത്? 10 × 5 ഉണ്ട്, അതേപോലെ 8 × 5 ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത്? 10 × 5 എന്ന് പറയുന്നത് 50 ആണ്, അതേപോലെ 8 × 5 എന്ന് പറയുന്നത് 40 ആണ്, 90 അല്ലേ? രണ്ടോട് കൂട്ടുമ്പോൾ 90 കിട്ടുന്നു. ഇനി നിങ്ങളോട് പറഞ്ഞേക്കുന്നത് 16ഉം 5ഉമാണ് പറഞ്ഞേക്കുന്നത്. 16ഉം പിന്നെ എത്രയാണ് പറഞ്ഞേക്കുന്നത്? 5ഉമാണ്. അപ്പം മിസ് കാണിച്ചു തരാം. ഈ 18 എന്ന് പറയുന്ന സംഖ്യനെ 10ഉം 8ഉം ആക്കി എടുത്തു. ഓക്കെ, 18 എന്ന് പറയുന്ന സംഖ്യനെ ഏതൊക്കെയായിട്ട് എടുത്തു? 10ഉം 8ഉം ആക്കി എടുത്തു. ഇനി അവിടെ ബാക്കിയുള്ളത് ആരാ? ഒരു 5 കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ ആദ്യം 10നെ 5 കൊണ്ട് ഗുണിച്ചു. നെക്സ്റ്റ് അടുത്ത് എന്താ ചെയ്തേക്കുന്നത്? 8നെ 5 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ എഴുതിയേക്കുന്ന സാധനം കേട്ടോ. അപ്പോൾ 16 എന്നുള്ളത് നമുക്ക് എങ്ങനെ എടുക്കാന്ന് പറഞ്ഞാൽ 16 എന്നുള്ളത് 10ഉം 6ഉം ആക്കി എടുക്കുക. ഇനി കൂടെ കിടക്കുന്ന സംഖ്യ ഏതാണ്? 5 ആണ്. അപ്പോൾ 10നെ ആദ്യം 5 കൊണ്ട് ഗുണിക്കുക, പിന്നെ എത്ര കൊണ്ട് ഗുണിക്കുക? 6 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 10 × 5 വരും, പിന്നെ 6 × 5 വരും അല്ലേ? 10 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ് അല്ലേ? ഇനി 6 5 എത്രയാണ്? ടേബിൾ നന്നായിട്ട് അറിയണേ. 6 5 30 ആണ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര തന്നെ ആൻസർ കിട്ടുന്നത്? 50 + 30 എന്ന് പറയുന്നത് 80 ആണ് അല്ലേ? കൂട്ടി കാണിക്കണോ? 50 + 30, 0 ഇറക്കി എഴുതുക. 5 + 3 6 7 8 അല്ലേ? അപ്പോൾ എത്ര തന്നെയാ? 80 തന്നെ. ഇനി അതേപോലെ അടുത്ത് ചെയ്യാം. 13 ഉണ്ട്, അതുപോലെ ഇതാ ഇവിടെ 3 കിടപ്പുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന സംഖ്യ ഏതായിരിക്കും? 3 ആയിരിക്കും. 13 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 13 എന്നുള്ളത് 10ഉം 3ഉം എഴുതുക, താഴെ 3 കൊടുക്കുക കേട്ടോ. അതാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ സിമ്പിളായിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ 10 × 3 ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത എത്രയായിരിക്കും? 3 × 3. 10 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. 3 ഗുണിക്കണം 3 എത്രയാണ്? 9 ആണ്. അപ്പം 30നോട് 9 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 0 + 9 9 ആണ്. 3 ഇറക്കി എഴുതുക. സോ എത്ര വരും? 39 എന്ന് വരും കേട്ടോ. ഇനി അടുത്തത് 10 ഉണ്ട് 3 ഉണ്ട് അല്ലേ? ഇവിടെ 10 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഇവിടെ കിടക്കുന്ന സംഖ്യ 4 ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി 4 കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാ? 10 3 ആകുമ്പോൾ ഇവിടെ വരുന്ന സംഖ്യ എത്രയായിരിക്കും? 13 ആയിരിക്കും അല്ലേ? നമ്മളിവിടെ നേരത്തെ ചെയ്തു, രണ്ടോടെ എന്ത് കൂട്ടുന്ന സംഖ്യ ആയിരിക്കും അല്ലേ? അപ്പോൾ 13 ആയിരിക്കും. അപ്പോൾ 10 × 4 എന്ന് പറയുന്നത് 40 ആണ്. 3 എത്രയാണ്? 12 ആണ്. സോ രണ്ടോടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 40 + 12 2 5. സോ എത്രയാണ്? 52 എന്ന് വരും. അടുത്തത് 10 ഉണ്ട് 3 ഉണ്ട് അല്ലേ? 10 3 എത്രയാണ്? 13ഉം പിന്നെ ഇവിടെ കിടക്കുന്ന സെയിം സംഖ്യയാണ്. ഇത് രണ്ടും എത്രയാണ്? 7 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന സംഖ്യ എത്രയാണ്? 7 ആണ് അല്ലേ? അപ്പോൾ അടുത്ത എങ്ങനെ ചെയ്യാം? 10 × 7 എന്ന് പറയുന്നത് 70 ആണ്. പിന്നെ 7 × 3 7 3 എത്രയാണ്? 21 ആണ്. കൂട്ടി നോക്കിയാലോ? 70 + 21 അല്ലേ? അപ്പോൾ 0നോട് 1 കൂട്ടിയാൽ എത്രയാണ്? 1 ആണ്. 7നോട് 2 കൂട്ടിയാൽ എത്രയാണ്? 9 ആണ്. സോ ആൻസർ എത്ര വരും? 91. അപ്പോൾ സിമ്പിൾ. നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകാം അല്ലേ? ഗുണനം എന്തെളുപ്പം? 15 × 30 എത്രയെന്ന് കണക്കാക്കാമോ? സിമ്പിളായിട്ട് കണക്കാക്കാം അല്ലേ?
അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ 15 × 30 എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ 15 × 30 എങ്ങനെയാണ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ എത്രയാണ് കൊടുത്തേക്കുന്നത് നോക്കിക്കേ. 15 × 30 എന്ന് പറയുന്നത് ഇങ്ങനെ 10 × 30 5 × 30. 10 × 30 എന്ന് വരാനുള്ള കാരണം എന്താ, 15നെ 10ഉം 5ഉം ആക്കി എടുത്തു. സോ അതുകൊണ്ടാണ് എന്ത് വന്നേക്കുന്നത് 10 × 30 എന്നും അതേപോലെ 5 × 30. 10 × 30 എത്രയാണ് ഒറ്റയടിക്ക് നിങ്ങൾ പറഞ്ഞേ, 1നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പം 3. ഇനി എത്ര പൂജ്യം ഉണ്ട്, ഇവിടെ ഒരു പൂജ്യം ഉണ്ട്, ഇവിടെ ഒരു പൂജ്യം ഉണ്ട് അല്ലേ. അപ്പോൾ 2 പൂജ്യം അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. മിസ് ഗുണിച്ചും കാണിക്കാം കേട്ടോ. അപ്പോൾ 30 മുകളിൽ എഴുതി, ദെൻ 10 താഴെ എഴുതി കേട്ടോ. 0നെ 0 കൊണ്ട് ഗുണിച്ചാൽ 0ആണ്, 0നെ 3 കൊണ്ട് ഗുണിച്ചാൽ 0ആണ്, 1നെ 0 കൊണ്ട് ഗുണിച്ചാൽ 0ആണ്. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ടാമത്തെ സ്ഥാനത്തുള്ളത് രണ്ടാമത്തെ സ്ഥാനത്ത് തന്നെ എഴുതണം കേട്ടോ. 1 × 3 എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. സോ 0 0 3. അപ്പോൾ ആൻസർ എത്ര വന്നു, 300 എന്ന് വന്നു അല്ലേ. ഇനി 5 × 30 ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം 30 × 5. അപ്പം വലിയ സംഖ്യ മുകളിൽ എഴുതാൻ ശ്രദ്ധിക്കുക. 5നെ 0 കൊണ്ട് ഗുണിച്ചാൽ 0ആണ്, 5നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്, 15 ആണ്. സോ എത്ര വരും, 150 എന്ന് വരും. ഇനി ഇത് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി നോക്കാം. 300 + 150. 0ത്തോട് 0 കൂട്ടിയാൽ 0 ആണ്, 0ത്തോട് 5 കൂട്ടിയാൽ എത്രയാണ്, 5 ആണ്, 3നോട് 1 കൂട്ടിയാൽ എത്രയാണ്, 4 ആണ്. സോ ആൻസർ എത്ര വരും, 450 എന്ന് വരും. റെഡിയാണോ? മറ്റേതെങ്കിലും വഴിയുണ്ടോ? ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 15 × 3 എത്രയാണ് ചെയ്ത് നോക്കാം. 15 × 3. 3നെ 5 കൊണ്ട് ഗുണിച്ചാൽ 15. 5 എഴുതി, ശിഷ്ടം 1. 3 × 1 3 ആണ്, +1 എത്രയാണ്, 4 ആണ് അല്ലേ. സോ ആൻസർ എത്ര വരും, 45 എന്ന് വരും. ഇനി നെക്സ്റ്റ് അടുത്ത് എത്രയാണ് പറഞ്ഞേക്കുന്നത്, 15 × 30 ആയാലോ. അപ്പം 45ൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, ഒരു 0 ചേർത്ത് കൊടുത്താൽ മതി അല്ലേ. ഇവിടെ 3 ആണ്, 3ൻ്റെ കൂടെ ആര് വന്നു എന്നേ ഉള്ളൂ, ഒരു 0 വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ആൻസറിൻ്റെ കൂടെ എന്ത് ചെയ്ത് എഴുതാൽ മതി, ഒരു 0 ചേർത്ത് കൊടുത്താൽ മതി. അടുത്ത അതേപോലെ സിമ്പിളാണ്. 4 × 3. 3 എത്രയാണ്, 12 ആണ്. ഇനി 10 × 10 എത്രയാണ്, 100 ആണ്. നേരത്തെ മിസ് പറഞ്ഞു തന്നില്ലേ, 1നെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 1 ആണ്, 2 പൂജ്യമാണുള്ളത്, 2 പൂജ്യം കളയാൻ പാടില്ല, അതേപോലെ ചേർക്കുക. അടുത്ത് നോക്കിക്കേ, 40 × 30. ഇതെങ്ങനെ ചെയ്യാം, 4 × എത്ര ചെയ്യാം, 4 × 3 ചെയ്യാം. 4 × 3 എത്രയാണ്, 12 ആണ്. ഇവിടെ എത്ര പൂജ്യം ഉണ്ട്, 2 പൂജ്യം ഉണ്ട്, 2 പൂജ്യം അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ പോരെ. അപ്പോൾ എത്ര കിട്ടി, 1200 എന്ന് കിട്ടി. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ, എന്നാലേ മാത്സ് നമുക്ക് സിമ്പിൾ ആവുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, അടുത്ത് എത്രയാണ്, 7 × 7 കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ 7 × 7 എന്ന് പറയുന്നത് എത്രയാണ്, 49 ആണ് അല്ലേ. ടേബിൾ നന്നായിട്ട് അറിയണം കേട്ടോ മക്കളെ, എന്നാലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി 1 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 × 1 1 ആണ്, 2 പൂജ്യം ഉണ്ട്. സോ എന്ത് ചെയ്തു, 100 എന്ന് കൊടുത്തു. തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ, 7 × 7 49 ആണ്, 2 പൂജ്യം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ശരിയല്ലേ. ഇവിടെ ഒരു പൂജ്യം ഉണ്ട്, ഇവിടെ ഒരു പൂജ്യം ഉണ്ട്, അപ്പോൾ 2 പൂജ്യം അല്ലേ ഉള്ളത്. അപ്പോൾ എത്ര കിട്ടി, 4900 എന്ന് കിട്ടി. റെഡി. ഇനി ഇവ മനക്കണക്കായിട്ട് കണക്കാക്കുക. സിമ്പിളാണല്ലേ, മനക്കണക്കായിട്ട് എങ്ങനെ കണക്കാക്കുക. 30 × 3. 3 × 3 എത്രയാണ്, 9 ആണ്. ഒരു പൂജ്യം ഉള്ളതുകൊണ്ട് ഒരു പൂജ്യം ചേർത്ത് കൊടുക്കുക. ഇനി 6 × 4. 6 4 24 ആണല്ലേ. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, ഒരു പൂജ്യം ചേർത്ത് കൊടുക്കുക. അപ്പോൾ എത്ര വരും, 240 എന്ന് വരും. ഇനി അടുത്ത് നോക്കിക്കേ, 5 × 3 എത്രയാണ്, 15ഉം ഒരു പൂജ്യം കൂടി ചേർത്ത് കൊടുക്കുക. 4 × 4 16ഉം ഇവിടെ എത്ര പൂജ്യം ഉണ്ട്, 2 പൂജ്യമുള്ളതുകൊണ്ട് 2 പൂജ്യം ചേർത്ത് കൊടുക്കുക. 2 പൂജ്യൻ്റെ 2 പൂജ്യം, ഒരു പൂജ്യമാണ് ഒരു പൂജ്യം, അത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നേ. കളങ്ങൾ പൂർത്തിയാക്കുക. 24 കിട്ടണം. 24 ടോക്കൺ ഏതെല്ലാം രീതിയിൽ ചതുരമാക്കി ക്രമീകരിക്കാം, പൂരിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ 24 നമുക്ക് ഏതെല്ലാം രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുക അല്ലേ. അപ്പോൾ 3 × 8 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതാം, 4 × 6 എഴുതാം. ശരിയാണോ, 4 × എഴുതാം 6. ഇനി അതിനെ തന്നെ തൊട്ടടുത്ത് നമുക്ക് തിരിച്ചെഴുതാം, 6 × 4 ആയിക്കോട്ടെ. ഓക്കെ, അത് രണ്ടും എത്രയാണ്, 24 ആണ്. ഇനി അടുത്തത് 2 × 12 എത്രയാണ്, 24 ആണ്. ഇനി 12 × 2 എന്ന് പറയുന്നത് എത്രയാണ്, 24 ആണ്. റെഡിയാണോ? ഇനി അടുത്തത് 1 × 24 എത്ര തന്നെയാണ്, 24 ആണ്. 8 × അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലേ. 12 × 2 നമ്മൾ എഴുതി. പിന്നെ 6 × 4 ഉണ്ട്, അതും നമ്മൾ എഴുതി. ഇനി അടുത്തേതാണ്, ഓക്കെ ഒന്നുകൂടെ വേണമല്ലോ. 2 × 12ഉം 12 × 2 എഴുതി അല്ലേ. 6 × 4 എഴുതിയില്ലേ, എഴുതി. 4 × 6 എഴുതിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, 8 × 3 ഓൾറെഡി ഉണ്ട്. ഇനി 24 × എന്തെഴുതാം, 1 എഴുതാം. തിരിച്ചും അങ്ങോട്ട് ആയിക്കോട്ടെ. അപ്പോൾ സെറ്റായില്ലേ, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമായിരുന്നു കേട്ടോ.
ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ കൊടുത്തേക്കുന്നത്? 24 3 സംഖ്യകൾ വെച്ചുണ്ടാക്കാൻ. അതും നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ? മുകളിൽ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അല്ലേ? അപ്പം നോക്കിക്കേ, ഫസ്റ്റ് ഇവിടെ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എത്ര കൊടുത്തേക്കുന്നത്? 3. ഇനി നോക്കിയേ, ഇവിടെ എത്രയുള്ളത്? 4 ആണ്. ഇവിടെ മിസ് നേരത്തെ പറഞ്ഞായിരുന്നു 3 തന്നെയാണ് വന്നേക്കുന്നത്. നമ്മുടെ 2 വെച്ച് ചെയ്തില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഏതായിരിക്കും സംഖ്യ വരുന്നത്? 2 ആയിരിക്കും. 2 × 3 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. ഇനി ഇവിടെ 2 ഉണ്ട്, 12 ഉണ്ട്. ഓക്കെ, 2 ഉണ്ട്, അതേപോലെ എത്ര ഉണ്ട്? 12 ഉണ്ട്. അപ്പോൾ അത് എത്ര ചെയ്യുന്നത്? 4ഉം അതേപോലെ തന്നെ 2 × 4 കൊടുത്തിട്ടുണ്ട് അല്ലേ? 2 × 4 ഉണ്ട്. ഇനി ഇവിടെ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 3 ആയിരിക്കും കേട്ടോ. 4ന് 3 കൊണ്ട് ഗുണിച്ചാൽ 12 ആണ്. 12ന് 2 കൊണ്ട് ഗുണിച്ചാൽ 24 ആണ് കേട്ടോ. ഇനി 2 × 12 വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയായിരിക്കും വരിക? ഇവിടെ 2 ആയിരിക്കും, ഇവിടെയും 2 ആണ് കേട്ടോ. 6 × 2 12 ആണ്. 12 × 2 എത്രയാണ്? 24 ആണ്. നെക്സ്റ്റ് 4 × 6 വന്നിട്ടുണ്ട് കേട്ടോ. 4 × 6 ആകുമ്പോൾ എത്ര വരും? 4 വന്നിട്ടുണ്ട്, 24 ആണ് വരുന്നത് അല്ലേ? 6 × 4 24. അപ്പോൾ ഇവിടെ 6 കൊടുക്കാം. അപ്പോൾ ഇവിടെ ഏതാ സംഖ്യ വരേണ്ടത്? 1 വരണം കേട്ടോ. 4 × 1 4 ആണ്. 4നെ 6 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 20. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ നമ്പേഴ്സ് വരും? മിസ് 3ഉം 3ഉം എഴുതുന്നു കേട്ടോ. 3 × 3ഉം പിന്നെ അടുത്തത് 4ഉം. അപ്പം 3 × 3 9 ആണ്. 9 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് ഇവിടെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? 2ഉം 3ഉം 6ഉം. 2ഉം 3ഉം 2 × 3 6 ആണ്. 6 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ് കേട്ടോ. അപ്പോൾ അടുത്ത സെക്ഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ മിസ് അടുത്ത വീഡിയോ ആയിട്ട് ബാക്കി സെക്ഷൻ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ കമൻസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു കേട്ടോ. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്തെടുക്കുക, ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു.